അപ്പോ കുറെ കാലത്തിന് ശേഷം ഞാൻ മടങ്ങി വന്നിരിക്കുകയാണ് ഒരു ഗ്രോസറി അൺബോക്സിങ്. എനിക്കൊന്നൊരു 3 ആഴ്ചയോളം ആയല്ലേ. ഇത് ഒരു നോർമൽ ഗ്രോസറി ഷോപ്പിംഗ് അല്ല, ഇത് ഇന്ത്യ എഡിഷൻ ആണ്. നമ്മൾ ഇത് ഓൾ സ്റ്റഫ് വാങ്ങിച്ചു ജസ്റ്റ് ഫോർ ഇന്ത്യ. 1 2 3 4 covers. 4 അല്ലല്ലോ, 4 covers just for one trip. നമ്മൾ ഇന്നലെ തുണി വാങ്ങിച്ചു, ബട്ട് പകരം. അപ്പോ നമ്മുടെ ഗ്രോസറി അൺബോക്സിംഗിലേക്ക് സ്വാഗതം. സ്വാഗതം. വാവ്, നല്ല മലയാളം, ഫസ്റ്റ് നല്ല അച്ഛനപ്പൂച്ചറ. ആരാണ്ടൊക്കെ പറഞ്ഞു ജേടുപൊട്ടനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേടാ ജേടു മറ്റേ മൂവിക്കകത്ത് എങ്ങനെ അവര് ആ ലേഡി വെക്കുന്ന മറ്റേ എന്നാ ഭരതനാട്യത്തിനകത്ത് അവരെ നീ എന്താ ഞാൻ ശരിക്കും ഭരതനാട്യം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ലുലു അൺബോക്സിംഗ്, ലുലു ഗ്രോസറി അൺബോക്സിംഗിലേക്ക് വീണ്ടും സ്വാഗതം. സ്വാഗതമില്ല. അപ്പൊ ശരിക്കും ജേഡ് പറഞ്ഞതുപോലെ നമ്മൾ ഈ പ്രാവശ്യം, നിങ്ങൾ ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോ നമ്മൾ ഇന്ത്യയിലായിരിക്കും, ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ എ വെക്കേഷൻ. അത് വാങ്ങിച്ചത് ടോബ്ലറോണിന്റെ ചോക്ലേറ്റ്. ഇതിനകത്ത് ഇതിന്റെ വേറെ പാക്കറ്റിലുള്ളതായിരിക്കും അല്ലേ. അപ്പൊ ടോബ്ലറോണിന്റെ 2 ബോക്സ് ചോക്ലേറ്റ്. ഇവിടെ നനഞ്ഞതാണോ എനിക്ക് ഡൗട്ട് ഇല്ലായില്ല. ഒരു മിനിറ്റ്. അത് പിന്നെ എന്റെ കർത്താവായ മിശിഹായെ, ഞാൻ വാസൽ ഇതല്ലല്ലോ വാങ്ങിച്ചേ. അതെപ്പെടുത്തു. ജസ്റ്റ് ഇത് കൊക്കോ ബട്ടറാടാ. ജസ്റ്റ് തേക്കാൻ വാങ്ങിച്ചാണോ? ഒന്നുമില്ല. അല്ല, കറുത്തിരിക്കോ ചുണ്ടല്ലേ? എനിക്കറിയില്ല, ഞാൻ കൊക്കോ ബട്ടർ ഒന്നും ചുണ്ടാ തേച്ചിട്ടില്ല. ഈശ്വര, കൊക്കോ ബട്ടർ ആയിരിക്കും ചുണ്ട തേക്കാൻ വാങ്ങിക്കുവോ? തത്തമസ്തുണ്ടെങ്കിൽ കാര്യം. പിന്നെ വാങ്ങിച്ചത് ആക്സ് ഡിയോ. അതെനിക്ക് മനസ്സിലായി, ഞാൻ വാങ്ങിച്ചില്ലെന്ന്. ജസ്റ്റ് എത്ര ഡിയോ അവിടെ കെട്ടിക്കിടക്കുന്ന ആക്സ് ജസ്റ്റിയുടെ. അതും ഇത് തന്നെ. ഇതും ജസ്റ്റിയുടെ തന്നെ കേട്ടോ, ഡിയോ. ഇത് എന്റെ വാങ്ങിച്ചു, ലേഡീസ് പിറ്റ് സ്റ്റിക്ക്. കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോകുമ്പോഴേ, ഇവിടെ ഉണ്ട്, നാട്ടിൽ നമ്മളെ വല്ലാണ്ട് സെറ്റ് ചെയ്യലേ, അതുകൊണ്ട് വാങ്ങിച്ച. അപ്പൊ എനിക്ക് ജസ്റ്റിക്ക് ഓരോന്ന് വാങ്ങിച്ചു. ഗാർണിയറിന്റെ ഹെയർ കളർ ഫോർ മമ്മി ഗാർണിയർ ഹെയർ കളർ യൂസ് ചെയ്യും. നാട്ടിൽ കിട്ടും, ബട്ട് എന്നാലും മമ്മിയുടെ വിശ്വാസം ഇവിടെ അമോണിയ തീരെ ഇല്ലാന്ന. ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ വാസലിന്റെ ഇതാണ്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. വാസലിൻ ഞാൻ ഒന്നുകൂടെ വാങ്ങിച്ചു. പിന്നെ എൻഷൈൻഡറിന്റെ സോപ്പ്. ഇതിന്റെ കുറെ എണ്ണം വാങ്ങിച്ചായിരുന്നു. എന്തിയാ നീക്കുന്നത്. എൻഷൈൻഡർ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൂസായിട്ട് വാങ്ങിക്കാതെ പാക്കറ്റായിട്ട് വാങ്ങിച്ചാൽ പോരാതോ. അത് പാക്കറ്റായിട്ട് വാങ്ങിച്ചതെന്നറിയോ, പിന്നെ ഉണ്ടല്ലോ സ്ഥിരം വരുന്നവരും പോകുന്നവരും എന്നും ഈ എൻഷൈൻഡർ തേച്ച് മടുക്കും. സോപ്പ് മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, അതുകൊണ്ടാണ്. പിന്നെ വാങ്ങിച്ച ഒരു കോട്ടാക്സ്. ഇത് കാണിക്കേണ്ടാത്തൊന്നും ഇല്ലല്ലോ. ഒരു കോട്ടാക്സ്, ഒരു കുഞ്ഞ പാക്കറ്റ്, ട്രാവൽ പർപ്പസിന് വേണ്ടിട്ട് അതിന്റെ പാൻറ്റി ലൈനർ. പിന്നെ ഡേറ്റ്സ്, ഒരു പാക്കറ്റ് ഡേറ്റ്സ് വാങ്ങിച്ചു. ഡേറ്റ്സ് കുറെ ഏറെ വാങ്ങിച്ചു കേട്ടോ. അതേമേ, എന്റെ പഴം ചപ്പിളിയായി പോയി. വേണ്ട, പഴം വാങ്ങിച്ചു. ഇത് നാട്ടിക്കൊണ്ടാൻ വേണ്ടി വാങ്ങിച്ചൊന്നും അല്ല. ഇവിടെ എനിക്ക് ബാക്കി കൊണ്ട് ചപ്പിളിയായി, പ്ലീഞ്ഞിപ്പോയി. ചപ്പിളിയായതല്ല, സോറി, ഞങ്ങളെ കോട്ടയം ഭാഷയിൽ പറയും പ്ലീഞ്ഞിപ്പോയത്. അപ്പൊ അത് ബാക്കിയുടെ പ്ലീഞ്ഞി. ഞാൻ പറഞ്ഞില്ലേ, സോപ്പ്. ഇത് റൊമാൻറ്റിക്. ഇതേതാ? അത് റൊമാൻറ്റിക്. ഇത് പെർഫ്യൂം സോപ്പ്. ഇതേതായിരുന്നു? വേറെണ്ണോ കേട്ടോ. അങ്ങനെ പലത്. വാട്ടർമെലൻ നാട്ടിക്കൊണ്ടോ വാങ്ങിച്ചാണോ? വാട്ടർമെലൻ 10 dirhams. എന്റെ പ്രൈസ് പറഞ്ഞില്ല. ഇതിന്റെ ഒക്കെ പ്രൈസ് എനിക്ക് നോക്കാറത്തുള്ളൂ. 6.85 ബനാനയ്ക്ക്. അയ്യോടാ, ചക്കപ്പഴം ജേടോ. ചക്കപ്പഴം ജേടുക്കുട്ടോ. ഇത് 17 dirhams കണ്ടിനെ. കുറച്ചു ദിവസം കഴിയുമ്പോ ഞങ്ങൾ കെട്ടിന് അങ്ങനെ ചക്ക തരും. എന്നാലും ഇവിടുന്ന് ഡേറ്റ്
മലേഗ മാംഗോ 43 dirhams. 43യോ? ചേട്ടാ അതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചോടാ. മാങ്ങയോ വേണ്ട, പഴുക്കല. പഴുത്തല്ലേ അത്? പഴുക്കമുണ്ട്. മലേഗ മാങ്ങ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിട്ടുള്ള കേട്ടോ. പിന്നെ എന്റെ നീ വട്ടാണോ? വട്ടതിന്റെ അമ്മക്ക് വട്ടതിന്റെ അപ്പയ്ക്ക് അല്ല നീ ശരിക്കും വട്ട. അങ്ങനെയൊന്നും പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കരുത് ജസ്റ്റ്. വട്ടതിന്റെ അപ്പനെ. അടുത്തത് എന്റെ സ്വന്തം ലാലിലോ കപ്പളങ്ങ. ഈയിടെ ആരുണ്ട് ലിറ്റി കപ്പളങ്ങ വാങ്ങിച്ചില്ല. എന്ന് ഫോർമോസ് അടച്ച പിന്നെ കപ്പളങ്ങ വരുന്നില്ലെന്ന് തോന്നുന്നു. കപ്പളങ്ങ ഇല്ലായിരുന്നു. അപ്പൊ കപ്പളങ്ങക്ക് 26 dirhams. ദൈവം ജസ്റ്റ് എടുത്ത മാങ്ങ മൊത്തം ഇങ്ങനെ വാങ്ങിച്ചോ. പിന്നെ അടുത്തത് മാംഗോ. ഇത് എന്നാ മാംഗോയാ? ഹിമപസന്ത് മാംഗോ. ഹിമാലയ ഒന്നുമല്ല. 34 dirhams. എന്റെ അമ്മേ. അടുത്തത് എന്റെ സ്വന്തം അവോക്കാഡോ. കിലോയ്ക്ക് വെറും എത്ര ജസ്റ്റ് വില? 40 dirhams. എന്നാ വിലയല്ലേ? 40 നേരത്തെ 30 ഇല്ല, 39.95. 40 dirhams. ഞാൻ പറഞ്ഞ ഫോർമോസ് ഇടയ്ക്ക് തുറക്കും ഇടയ്ക്കടയ്ക്കും, ഇടയ്ക്ക് തുറക്കും ഇടയ്ക്കടയ്ക്കും. ഈ പുലിവാൽ കല്യാണത്തിനകത്ത് ജഗതി കൊണ്ട മോതിരം എടുക്കണേ എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങളുടെ വില കൊണ്ടോ. ചോക്ലേറ്റ്സ്, പിസ്റ്റാച്ചോ, ഡേറ്റ്സ്. ജൈവളി നമ്മൾ നാട്ടിൽ പോകുമ്പോ ഇങ്ങനൊന്നും കൊണ്ടുപോകാറില്ലാത്തതാണ്. മീൻസ് ജസ്റ്റ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. മീൻസ് പപ്പായും മമ്മി എന്തെങ്കിലും പറഞ്ഞാൽ കൊണ്ടോ, അവരൊന്നും പറയാറില്ല. അല്ലാതെ നമ്മൾ വേറൊന്നും പറിച്ചുകൊണ്ട് പോകത്തില്ല കേട്ടോ. പിന്നെ സ്നീക്കേഴ്സ്, ചോക്ലേറ്റ്സ്. പിന്നെ ഉള്ളതെല്ലാം ചോക്ലേറ്റ്സ്. ഇത് പിന്നെ വാങ്ങിച്ചത് ഈ ഒരു സാധനത്തിന്റെ ഇതിന് ഇത്ര വില. എനിവേ പിന്നെ വാങ്ങിച്ചത് കുനാഫ ചോക്ലേറ്റ്, ദുബായ് ചോക്ലേറ്റ് കേട്ടോ. ഇത് ദുബായ് ചോക്ലേറ്റ്. എന്നോട് ഒരാൾ പറഞ്ഞു ദുബായ് ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരണം അങ്ങേർക്ക് വേണ്ടിയിട്ട്. ആ പറഞ്ഞ കുട്ടിക്ക് വേണ്ടിയിട്ട്. ഒരു കുട്ടിയാ പറഞ്ഞത്, ഞങ്ങളുടെ ഫേവറേറ്റ് കുട്ടി സേറക്കുട്ടനാ പറഞ്ഞത് ദുബായ് ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരണം സേറയ്ക്ക് വേണ്ടിയിട്ടാ കേട്ടോ. അടുത്തത് ഇതൊക്കെ ഡേറ്റ്സ്. ഇത് കുനാഫ ദുബായ് ചോക്ലേറ്റിന്റെ കുഞ്ഞതല്ലേ. ദുബായ് ചോക്ലേറ്റ് ചെറുത് ഇങ്ങനെയുള്ളത്. പിന്നെ ഈ പശുവിന്റെ മുട്ടായി ഫഡ്ജ്. പിന്നെ ഈ ഫഡ്ജ് ഇത് കണ്ടു. ഇത് ഓൾറെഡി ഒരു ബോക്സ് ഉണ്ടെന്നോ. ജസ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഈ ഫഡ്ജ്. ഡേറ്റ്സ്. പിന്നെ ഡേറ്റ്സ്. ഈ ബിസ്ക്കറ്റ് റിക്സിന്റെ ഒരു ബോക്സ് ബിസ്ക്കറ്റ്. ഇത് ജേഡുവിന് ഇവിടെ കഴിക്കാനെന്നാ പറഞ്ഞത്. അതൊരു ബോക്സ്. ആൻഡ് അഗെയിൻ സ്നിക്കേഴ്സ് ഒക്കെ കുറേയാണ്. ആൻഡ് ആൽമണ്ട്. ഇത് മണ്ടാണോ എന്ത്. പിന്നെ അഗെയിൻ ഇതൊക്കെ തന്നെ പിസ്റ്റാച്ചോ. പിന്നെ ഫഡ്ജിന്റെ സാധനം. എന്നതാടാ. പിന്നെ ചോക്കോ ഡേറ്റ്സ്, പിസ്റ്റാച്ചോ ഡേറ്റ്സ്. പിന്നെ ആൽമണ്ട്, ഡേറ്റ്സ്, ചോക്ലേറ്റ്, അഗൈൻ ചോക്ലേറ്റ്. ഇതൊക്കെ അവിടെ ഇരിക്കണം. അയ്യോ ദൈവമേ, നമുക്ക് ലഗേജ് കൂടുതലാന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി ലഗേജും ഉണ്ട്. പിസ്റ്റാച്ചോ ആൻഡ് ഡേറ്റ്സ്. എടുക്കണത് കൗക്കമ്മോ ഫഡ്ജിന്റെ ചോക്ലേറ്റ്. ഇത് ഡോവിന്റെ ക്രീം. ഡോവ്. അവിടത്തേക്ക് ഡോവ്, ഇവിടത്തേക്ക് ഡോവ്. പിന്നെ ഷൂയിങ് വാങ്ങിച്ചു. ഇതെനിക്ക് ട്രാവൽ ചെയ്യുമ്പോ ഫ്ലൈറ്റ് വെച്ച ചവച്ചോണ്ടിരിക്കുക, അല്ലെ ചെവിക്കകത്ത് എയർ കയറും. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ വാങ്ങിച്ച സാധനം. ഇത് കണ്ടാൽ മിക്കവാറും കൊച്ചിൻ എയർപോർട്ടിൽ കസ്റ്റംസ് എന്നെ പിടിക്കും. അബുദാബി എയർപോർട്ടിൽ വെച്ച് എന്നെ പിടിക്കുകയല്ല. ഇത് കൊണ്ടുപോകുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഗോൾഡ് കോയിൻസ് പാവങ്ങൾക്ക് കൊടുക്കാൻ.
ഞാൻ പാവങ്ങൾക്ക് വാരി വാരി കൊടുക്കാനുണ്ടോ, എല്ലാം ഡോളേഴ്സിന്റെ ആണ്, ഡോളേഴ്സിന്റെ കോയിൻസാ, സോറി, എല്ലാം ഇതുണ്ടോ ഫുള്ള് നല്ല ഫ്രഷ് ഗോൾഡ് കോയിൻസ് ആണ്. എനിക്കറിയില്ല, മിക്കവാറും കൊച്ചു നമ്മളെ പിടിക്കുമായിരിക്കും അല്ലേ ചേച്ചി? ഇതിപ്പോ എല്ലാവർക്കും ഓരോ കിഴി. ആരാ ഞാൻ നിരാശപ്പെടുത്തരുത്, നിങ്ങൾ നോക്ക്. അപ്പൊ കുറച്ച് ഗോൾഡ് കോയിൻസ് വാങ്ങിച്ചു. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോ തൊട്ട് പ്രവാഹമായിരിക്കും ആൾക്കാര്. ആദ്യം വരുന്ന 10 അല്ല എല്ലാവർക്കും കൊടുക്കും. ഞാൻ വരുന്നവർക്ക് എല്ലാം ഗോൾഡ് കോയിൻ കൊടുക്കും. ഓരോന്ന് കൊടുത്താൽ മതി. ഓരോന്ന് എന്തിനാ ചേച്ചി, നമ്മൾ അങ്ങനൊന്നും കുറയ്ക്കാൻ പാടില്ല, സമൃദ്ധമായി കൊടുക്കണം എല്ലാവർക്കും ഗോൾഡ് കോയിൻ. അപ്പൊ കുറച്ച് ഗോൾഡ് കോയിൻ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് ഗ്രോസറി ഷോപ്പിങ്ങിന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോ ഗോൾഡ് കോയിൻ കിട്ടുമെന്ന്. അതല്ല നിങ്ങൾ ചിന്തിച്ചേ, ദുബായ് ആണ്, ദുബായ് കുഴിച്ചെടുത്ത കോയിനാ, അല്ല സോറി ഗോൾഡാ. പെട്രോൾ വരെ നമ്മൾ കിള്ളി എടുക്കുന്ന സ്ഥലത്തുനിന്നാ ഈ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ ബില്ല്, നമ്മുടെ ജഗതി ഏതോ സിനിമയ്ക്കകത്ത് കഥയില്ല കഥികനല്ല കലാക്ക നോക്കിക്കോളെ എന്തോരം വന്നു അമ്മേ ഇതിന്റെ അറ്റം. അപ്പൊ ഇന്ന് വെറുതെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയതിന്റെ ബില്ല് 1229 ദിറംസ്. എനിക്ക് തോന്നുന്നു ഈ ചോക്ലേറ്റ് കുറെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇത്രയും നമുക്ക് ചുമന്നുകൊണ്ട് പോയാൽ നമ്മുടെ ഡ്രസ്സ് എവിടെ വെക്കും? ഞാൻ ജസ്റ്റോട് പറഞ്ഞ ജസ്റ്റ് ഇത്ര വാങ്ങിക്കരുതെന്ന്. അപ്പൊ ജസ്റ്റ് എന്നെ ദുഷിച്ചൊരു നോട്ടം നോക്കി. ഞാൻ ഒന്നും വേണ്ടില്ല, ജസ്റ്റ് വാങ്ങിച്ചോട്ടെ. എങ്ങനെ ഇരിക്കും? ഇനി വരാനുണ്ട് ചോക്ലേറ്റ്. കർത്താവായ മമ രാജാവേ, ശരിയാ, കുറെ വേറെ പറഞ്ഞിട്ടുണ്ടല്ലേ, മതി തൽക്കാലം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ലുലുവിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പൊ ശരി, എന്നാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, എസ്പെഷ്യലി ഗോൾഡ് കോയിൻ. ഓക്കെ, ഞാൻ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ഗോൾഡ് കോയിൻ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്തിനല്ലേ, എല്ലാവർക്കും ഒന്ന് കൊടുക്കാമല്ലോ. അവര് അധികം ഒന്നും ഞാൻ അങ്ങനെ എന്താ, ഞാൻ എല്ലാവരും സാധനം ഇവിടുന്ന് ഡേറ്റ്സും പിസ്റ്റാച്ചും ഒക്കെ ആയിരിക്കും ഗൾഫുകാർ കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയല്ല, ഗോൾഡ് തന്നെ കൊടുക്കും, സ്വർണ്ണം വാരി കോരി കൊടുക്കും. എന്നെ അങ്ങനെ എന്റെ അപ്പനും കൂടെ വളർത്തിയേക്കുന്നത്. അപ്പൊ ഞാൻ വെറുപ്പിക്കുന്നത്. അപ്പൊ ശരി, അതാ പോയിച്ചു വരാം.